ഭക്ഷണമൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയൊക്കെ കഴിഞ്ഞു. നളകിയില്ല നളതി. ഇന്ന് ഞാനേ ആളുകള് സഹായമില്ലാതെ നമ്മള് കടലിൽ അവരെ മുറിച്ചു തരും. വീട്ടിൽ കൊണ്ടുവരാനുള്ള ആളുകളെ സഹായിച്ചില്ല, ഞങ്ങള് നമ്മള് മുറിക്കാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെ ആളുകളെ സഹായിക്കാതെ ഇറച്ചി മുറിക്കാൻ അത് ഞാൻ ഇന്ന് കാണിക്കാം. അതാ ആദ്യം ഇത് ഇങ്ങനെ കുഞ്ഞിതായത് നീളമായത് ഇങ്ങനെ മുറിച്ച് വയ്ക്കണം. ഇങ്ങനെ എല്ലാ കുഞ്ഞിതായത് ആദ്യം മുറുക്കി വയ്ക്കണം. ഇതാ ഇങ്ങനെ. പിന്നെ ഇങ്ങനെ ഇവർ ചുറ്റുമാക്കുക. അപ്പോൾ നമ്മൾ വേറെ ആളോ പിടിച്ചപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ ടൈറ്റായിരിക്കും. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കും. അപ്പുറത്ത് വേറെ ആളോ പിടിച്ചപ്പോൾ തന്നെ ഇറച്ചി ആ സാധനങ്ങളിൽ ഒട്ടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ നല്ല ടൈറ്റായത് വേഗം മുറിച്ചെടുക്കും. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പിടിക്കാനില്ലാതെ ഉണ്ടാവും നിങ്ങളും. അപ്പോൾ ആ സമയം നിങ്ങൾ തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കാം. എല്ലാവരും പഠിച്ചില്ലേ? ഇത് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടില്ല. പിന്നെ വേഗം പഞ്ഞി നടക്കും. എന്താ വേഗം 10 മിനിറ്റ് 20 മിനിറ്റ് ആണെങ്കിൽ ഒക്കെ മുറിച്ച് കഴിഞ്ഞു. ഈ കട്ടിങ് പോട്ടിൽ ഒറ്റിച്ചിരിക്കില്ലേ, കണ്ടോ? വലിച്ചാൽ വേഗം വരില്ല. അതിനാ ടൈറ്റായത് വേഗം മുറിക്കാം. ഇത് മുറിച്ചു കഴിഞ്ഞു. എന്തൊരു വേഗം അല്ലേ? എങ്ങനെ മുറിക്കണം? എന്തെന്തോരോ വേഗം മുറിച്ച് കഴിഞ്ഞ്. ഇപ്പോൾ ഇത് കഴുകി കറി ഉണ്ടാക്കാം. രണ്ടും മൂന്നും കഴുകി കഴിഞ്ഞു. 2-3 പ്രാവശ്യം കഴുകി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ ഈ തേങ്ങ ഉണങ്ങി തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അത് തേങ്ങ ഇട്ടാം. പിന്നെ ഇവിടെ വേപ്പില, മുളക്, പിന്നെ സബോള, ഇഞ്ചി, ഇതൊക്കെ ഇട്ടത് തിളപ്പിക്കാം. ഉപ്പ് 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ മിക്സാക്കാം. പിന്നെ കുക്ക് ചെയ്യാൻ എരിപ്പിക്കാം. കണ്ട ഇങ്ങനെ മിക്സാക്കി മൂടി തിളപ്പിക്കാം. പിന്നെ സിമ്പിളായിട്ട് ബീഫ് കറി എങ്ങനെ ഉണ്ടാകാൻ അത് കാണിക്കാം. ഉള്ളി വെളുത്തുള്ളി ചതയ്ക്കുന്നു. എന്ത് തോണയാക്കി വെന്തു പോവാ.
ഇവിടെ ആളുകളൊക്കെ ഇത് തേങ്ങ ഇട്ടത് നല്ല ഇഷ്ടമാണ്. ഇതിന് വേറെ പച്ചക്കറിനേക്കാൾ ഈ തേങ്ങ എല്ലാവരും ഇഷ്ടത് ഇത്. അപ്പോൾ ഇതിനെ തേങ്ങ ഇട്ടത് അല്ല. ബീഫ് കറി ഈസ് റെഡി. ലാസ്റ്റിൽ ഇത് പുതിന ഇല ഇല്ല. ഇത് ഇട്ടത് ഒന്ന് മൂടി വെച്ചാൽ നല്ല സ്മെല്ല് കിട്ടും. ഇട്ടത് മൂടി വയ്ക്കുക കുറച്ച്. അപ്പോൾ ടേസ്റ്റി ബീഫ് കറി റെഡിയായി. ഇത് ഞാൻ കുറച്ച് ഓയിൽ കറി ഉണ്ടാക്കാൻ പോവാം. ഓയിൽ ഇതിൽ ഒരു മുളക്, കുറച്ച് ഉപ്പ്. ഇതെന്ത് എല്ലാന അറിയാം? ഇതില്ല, ഇവിടെ സംബർ ചീരാന പറയാ. പക്ഷെ എനിക്കും പേര് അറിയില്ല. ഇതിനെ പഠിച്ച സംബർ ചീരാനാണ്. ഇത് തിളപ്പിച്ചത് ഇത് തിന്നാൻ നല്ല രുചി, നല്ല ടേസ്റ്റാണ്. എല്ലാം തിളച്ച് തുടങ്ങി. ഇത് മുറിക്കാൻ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഇടാം. ഒന്ന് തിളച്ചാൽ മതി. ഇത് ഇത്ര തിളച്ചാൽ മതി. ഇത് കടിക്കുമ്പോൾ ക്രപ്പിനൊക്കെ ഇടണം. സൂപ്പിൽ വെള്ളം കുടിക്കാം. ഇത് അല്ലാതെ തിന്നാം. ചോറ് കറി ബോയിലൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം റെഡിയായി. ബോയില്, ബീഫ്, തേങ്ങ കൂടെ ഉണ്ടാക്കിയത്, ചോറ്, പിക്കിള്. ഇതുപോലെ ആവണം. ഇങ്ങനെ തിന്നാമ്പളേ ഇതുപോലെ ഒച്ച ആക്കണം. അങ്ങനെ ഒച്ച കേൾക്കണം. അങ്ങനെ ഓരോ തിളപ്പിക്കണം. ഞങ്ങൾ ഓവർ കുക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. കേൾക്കാം. അല്ലാതെ ഇങ്ങനെ തിന്നത്. പിന്നെ ഇതിൻ്റെ ചാറത് സൂപ്പിൽ കുടിക്കാം. ചോറത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ആ ഇലാൻ്റെ സൂപ്പ് കുടിക്കാം. ഇത് നല്ല സൂപ്പ്, നല്ല വിറ്റമിനാണ്. നിങ്ങൾ ഈ എല്ലാം തിളപ്പിച്ച് തിന്നണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. സോപ്പും എല്ലാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നൊരു വീഡിയോ ഇഷ്ടമാണല്ലോ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്തിട്ടുള്ളൂ എല്ലാവരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.
Stay tuned for next video. Till then, bye.